അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 20,000 രൂപയ്ക്കുള്ള ഒരു പി സി ബിൽഡാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഭാവിയിൽ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ വളരെ മിനിമലായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു പി സി ബിൽഡാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇൻ്റലിലും ബിൽഡ് ചെയ്യാം, അതുപോലെ തന്നെ AMD വെച്ച് വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. അപ്പോൾ രണ്ടിലും അപ്ഗ്രേഡബിലിറ്റി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ രണ്ടും ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഈ ഒരു പി സിക്ക് അത് ഉപയോഗിക്കാൻ പോകുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇൻ്റലിൽ ഉപയോഗിക്കാൻ പോകുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ i3 10th ജനറേഷനാണ്. 10100F എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഇതിനകത്ത് 4 കോറും 8 ത്രെഡൊക്കെയാണ് വരുന്നത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു പ്രൊസസ്സർ വെച്ചിട്ട് അത്യാവശ്യം ഒരു 720p അല്ലെങ്കിൽ 1080p 30 ഫ്രെയിംസിലൊക്കെ എഡിറ്റ് ചെയ്യാൻ സപ്പോർട്ടറാണ്. പിന്നെ അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ ചെയ്യാം. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രൊസസ്സർ തന്നെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നമുക്ക് ഇതിനകത്ത് ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മദർ ബോർഡാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് MSIയുടെ ഒരു മദർ ബോർഡാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് MSIയുടെ H510 മദർ ബോർഡാണ്. 2 RAM സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഒരുപാട് ബഡ്ജറ്റൊക്കെ ചുരുക്കിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് M.NVMe സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ Gen 4 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മദർ ബോർഡാണ്. ഒരു മീഡിയം ലെവലിൽ പണ്ടത്തെ കണക്ക് ആക്രി മദർ ബോർഡൊന്നും അല്ല. അത്യാവശ്യം കൊള്ളാൻ നല്ല മദർ ബോർഡാണ് ഇപ്പോഴത്തെ ലോ ബഡ്ജറ്റിലും വരുന്നത്. അടുത്തതിനകത്ത് ഉപയോഗിക്കുമ്പോൾ റാം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കോസ്റ്റിൽ ഉള്ളൊരു റാമാണ്. അതുകൊണ്ട് ഒരുപാട് ആർഭാടങ്ങളൊന്നും വിചാരിക്കരുത്. ക്രൂഷ്യലിലെ ബേസിക്സ് എന്ന് പറയുന്ന ഒരു റാം തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. 3200 MHz ആണ് ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. 8 GB DDR4 സിംഗിൾ സ്റ്റിക്കേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ 8 GB എന്നെ തട്ടിക്കൂട്ടാൻ പറ്റുന്ന പാട് നമുക്ക് വളരെ ബുദ്ധിമുട്ടിയൊരു കാര്യമാണ്. കാര്യം 20,000 രൂപയുടെ ബഡ്ജറ്റിൽ അത്രയൊക്കെ പറ്റത്തുള്ളൂ. സോ അടുത്തതിനകത്ത് സ്റ്റോറേജ് ഉപയോഗിക്കുന്നത് M.NVMe ഒന്നുമല്ല. നമുക്ക് M.NVMe എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കായ്കളൊക്കെ ഒരുപാട് കൂടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ SATA SSD ആണ് എടുക്കുന്നത്. ഭാവിയിൽ വേണമെങ്കിൽ ഇതിനകത്ത് M.NVMe ഇടാം. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് നമ്മൾ 500 GB ക്രൂഷ്യലിലെ BX500 എന്ന് പറയുന്ന വളരെ ചുരുങ്ങിയ കോസ്റ്റിൽ വരുന്ന ഒരു SSD ആണ്. തൽക്കാലത്തേക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു SSD തന്നെയാണ്. പക്ഷേ 550 500 MB ആണ് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ഗ്രാഫിക്സ് കാർഡ് അസ്യൂസിൻ്റെ GT 730 2GB DDR5 ആണ്. DDR3 ഒന്നും പോയി എടുക്കരുത്. DDR5ഉം DDR3 നമ്മൾ രാപ്പകൽ വ്യത്യാസമുണ്ട്. DDR5ൽ അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് GTA 5 കളിക്കാം, വാലറന്റും കളിക്കാം, റെഡ് ഡെഡ് റിഡംഷനും അതുപോലെ നമ്മൾ Forza Horizon 5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗെയിമൊക്കെ ചത്തിരിക്കും. അതുപോലെ Forza Horizon കളിക്കാന്നുള്ള ഇതിലൊന്നും അത് പോയി എടുക്കരുത്. Forza Horizon ഒക്കെ ചിലപ്പോൾ ചത്തിരിക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ഈ ഒരു 730 കൊണ്ട് ഒത്തില്ലെന്ന് വരും. അപ്പോൾ അടുത്ത് നമ്മൾ ഇന്നത്തെ ക്യാബിനറ്റും പവർ സപ്ലൈയും കൂടെ ഒന്നിച്ച് വരുന്നതാണ് എടുക്കുന്നത്. കാര്യം ബഡ്ജറ്റ് ചുരുക്കിയേ പറ്റത്തുള്ളൂ. PC കേസ് വിത്ത് SMBS ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻബിൽഡ് വരുന്ന SMBS വലിയ വിഷയങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്ക് അതേ ഇപ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഭാവിയിൽ വേണമെങ്കിൽ ആ ഒരു പവർ സപ്ലൈ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. തൽക്കാലത്തേക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് വെച്ച് ഓടാൻ ഇതൊക്കെ ധാരാളമായിരിക്കും. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ അല്ലെങ്കിൽ സെബ്രോണിക്സിൻ്റെ ക്യാബിനറ്റ് വിത്ത് SMBS എടുക്കുന്നതായിരിക്കും. അത്യാവശ്യം 20,000 രൂപയുടെ ബഡ്ജറ്റിൽ അടിച്ചൊതുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഭേദം. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻ്റൽ ബിൽഡിൽ നോക്കുന്നത്. 20,000 രൂപയുടെ ബഡ്ജറ്റ് ഏകദേശം 22,000 രൂപയൊക്കെ വരും. അപ്പോൾ നമ്മൾ AMD ആണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ AMDക്കകത്ത് ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആ ഒരു പ്രൊസസ്സർ മദർ ബോർഡ് മാറ്റേണ്ട കാര്യമുള്ളൂ. നമുക്കിവിടെ AMDയുടെ Ryzen 3 3200G പ്രൊസസ്സറാണ് എടുക്കുന്നത്. ഇതിനകത്ത് വേഗാസ് 8 ഗ്രാഫിക്സ് ആണ് വരുന്നത്. TDC വരുന്ന ഈ ഒരു നല്ല ഗ്രാഫിക്സ് ആണ്. നമുക്ക് കുഴപ്പമില്ലാതെ ഗെയിം കളിക്കാൻ GTA 5 എന്തായാലും ഓടും, വാലറന്റും ഒക്കെ ഓടും. വലിയ വിഷയമൊന്നും വരുന്നില്ല. പക്ഷേ സ്ട്രീം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുമ്പോൾ മദർ ബോർഡ് എന്ന് പറയുന്നത് ASRockന്റെ B450 മദർ ബോർഡാണ്. ഇതിനകത്ത് 2 RAM സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ M.NVMe സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വൈഫൈയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കില്ലേ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മദർ ബോർഡ് തന്നെയാണ്. അപ്പോൾ ഇനി ഭാവിയിൽ നമുക്ക് ഇൻ്റലും അതുപോലെ തന്നെ AMD എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇൻ്റലിനകത്ത് നമുക്ക് വേണമെങ്കിൽ i5 11400F പ്രൊസസ്സർ വേണമെങ്കിൽ അടിച്ച് വെക്കാം. അതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. അപ്പോൾ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീമൊക്കെ ചെയ്ത് മറിയാൻ നല്ല പ്രൊസസ്സറാണ്. വലിയ വിഷയങ്ങളൊന്നുമില്ല, നല്ല പറക്കണ പെർഫോമൻസ് ആയിരിക്കും. ഗ്രാഫിക്സ് കാർഡ് ആപ്ഗ്രേഡ് ചെയ്ത് കൊടുത്താൽ മതി. മദർ ബോർഡൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നും വരും. പവർ സപ്ലൈ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പം റാം കൂടെ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഇതാണ്. പിന്നെ AMDയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് Ryzen 5 3600X പ്രൊസസ്സർ വയ്ക്കാം. B450ൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. അത് ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെയൊന്നും വരത്തില്ല. അതിൽ മദർ ബോർഡ് മാറ്റാതെ നമുക്ക് നല്ല ഇടലായിട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് മറിക്കാൻ പറ്റുന്ന ഒരു PC തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന 20,000 രൂപയ്ക്കുള്ള ഒരു PC ബിൽഡ്. മോണിറ്റർ ഇതിനകത്ത് അടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 28 29 അല്ലെങ്കിൽ 30 അടുപ്പിച്ചൊക്കെ ആവുന്നതായിരിക്കും. അപ്പോൾ 20,000 രൂപയ്ക്ക് നമുക്ക് ഒതുക്കാൻ പറ്റിയ ഒരു PC ബിൽഡാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണേ, താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.